ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വളരെ വല്ലാതെ വേട്ടയാടപ്പെടുന്ന ഒരു സമയത്ത് മത ഐഡൻറ്റിറ്റിയിലേക്ക് ആളുകൾ എന്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നതെന്ന് ഓർക്കേണ്ട ഒരു കാലമാണ്. അതുകൂടെ മനസ്സിലാക്കണം കേരളത്തിലെ ക്രൈസ്തവരും കേരളത്തിലെ ഹിന്ദുക്കളും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളും. ഒരു 2 മാസം മുമ്പാണല്ലോ കേരളത്തിലെ ക്രിസ്ത്യാനികളായ കന്യാസ്ത്രീമാർ അവർ നോർത്ത് ഇന്ത്യയിൽ ഓടി നടന്ന് അടി വാങ്ങിച്ചത്. വെള്ളക്കുപ്പായമിട്ട അച്ഛന്മാർ ഓടി നടന്ന് അടി വാങ്ങിച്ചത് വെറുതെ വേഷത്തിൻ്റെ പേരിലാണ്, അവരൊന്നും ചെയ്തിട്ടല്ല. അങ്ങനെയുള്ളൊരു കാലത്ത് ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്നതിന് ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ഒരു പെൺകുട്ടി അങ്ങനെ ഒരു സാധനം അസേർട്ട് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് വർഗീയത, SDPI ഒരു വശത്ത്, ഇപ്പോൾ എന്താ കാണുന്നത്, SDPI ഒരു വശത്ത്, മറുവശത്ത് RSS BJP കൂടെയുള്ള അവരുടെ സഹയാത്രിക ആളുകൾ മറുവശത്ത്. ഇത് വേറെ രീതിയിൽ കത്തുകയാണ്. ഇവിടെ ബുദ്ധിപരമായി എന്താണ് ഈ കാലഘട്ടം എന്ന് മനസ്സിലാക്കുകയും ഒരു വിട്ടുവീഴ്ചയുടെ ഒരു മനോഭാവം കാണിക്കുകയും ചെയ്താൽ ഈ വിഷയം നമ്മുടെ കയ്യിൽ നിൽക്കും. അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ വേറെ ആളുകൾ വരും, തീരുമാനങ്ങൾ വേറെ ആളുകൾ എടുക്കും. അപ്പോൾ എൻ്റെ ടേക്ക് ഇതിനകത്ത് നിയമപരമായി പൂർണ്ണമായും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്കും ക്രിസ്ത്യൻ സഭയ്ക്കും ഈ നിലപാട് തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഏതാണ് കാലമെന്നും ഏതാണ് സാഹചര്യമെന്നും എന്താണ് വലിയ ശത്രുവെന്നും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം.